തേർഡ് ഇൻകമാണ് ഗ്രിഡ് ഇൻകം. അപ്പോൾ ഗ്രിഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പനിയിൽ 11 ലെവൽസ് ഓഫ് ഗ്രിഡാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ നമുക്ക് 5 മെമ്പറിനെ പ്ലേസ് ചെയ്യാം. അതുപോലെ സെക്കൻഡ് ലെവലിൽ നമുക്ക് 25 പേരെ പ്ലേസ് ചെയ്യാം. തേർഡ് ലെവലിൽ 125, അതുപോലെ നാലാമത്തെ ലെവലിൽ 625. അതായത് 5 മൾട്ടിപ്പിൾസ് ആണ് നമുക്കിവിടെ ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഓരോ ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സൈറ്റിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മൈ ഗ്രിഡിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗ്രിഡ് സ്മാർട്ട് ഗ്രിഡിൽ പോയാൽ നമുക്ക് നമ്മുടെ ഗ്രിഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഗ്രിഡാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ടാസ്ക് മന്ത്രയിൽ ടെസ്റ്റ് എഴുതി കയറി വരുന്ന ഓരോരുത്തർക്കും 5 പേരെ ഡയറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ സ്വന്തം ഗ്രിഡിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന 5 പേരെയാണ്. ഇനിയും ഈ 5 പേരിനകത്തിൽ ഇപ്പം ഞാൻ മറിയാമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ 5 പേരെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്പോൺസറിന് എൻ്റെ ടീമിലുള്ള ആൾക്കാർക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ 5 പേർക്കും ഓരോരുത്തർക്കും 5 ലെവലുണ്ട്. അതായത് ഈ 5 പേർക്കും ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് ഗ്രിഡിൽ അവർക്ക് 5 പേരെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെൻ്റെ സെക്കൻഡ് ലെവലാവും. ഇതെൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ദി ഗ്രിഡാണ്. ഈ 5 പേരിന് അതിലിപ്പോൾ ഞാനിവിടെ സന്ദീപ് എന്ന് പറഞ്ഞ ആളിനെ 5 പേര് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെൻ്റെ സെക്കൻഡ് ലെവലിലെ ആൾക്കാരാണ്. ഈ 5 പേര് മേലിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ 5 പേര് എൻ്റെ സെക്കൻഡ് ലെവലിലെ ആയി. ഈ സന്ദീപ് എന്ന് പറഞ്ഞേക്കുന്ന ആളുടെ ഫസ്റ്റ് ലെവലായി, എൻ്റെ സെക്കൻഡ് ലെവലുമായി. അപ്പോൾ അങ്ങനെ മേലോട്ട് നമ്മുടെ ഗ്രിഡ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 11 ലെവൽ, നമുക്ക് 11 ലെവൽ വരെ നമുക്ക് നമ്മുടെ ഗ്രിഡ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട്, അതായത് നമ്മൾ സ്വയം തന്നെ എല്ലാവരെയും റെഫർ ചെയ്ത് കൊണ്ടുവരണം നമുക്ക് നിർബന്ധമില്ല. നമ്മുടെ ടീമിലുള്ള ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഗ്രിഡ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഒരാളെപ്പോഴും റെഫർ ചെയ്യണം എന്നുള്ള കമ്പൾസറി നമുക്കിവിടെ ഇല്ല. ഇപ്പോൾ നമ്മുടെ സ്പോൺസർ ആയാൽ പോലും, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ സ്പോൺസർ ആയാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരായാൽ പോലും ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെവലിലെ ഇൻകം നമുക്ക് കയറിക്കൊണ്ട് ഇരിക്കും. നമുക്കെന്നാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഏർണിംഗ് കാൽക്കുലേറ്റർ എടുത്ത് നമുക്കൊന്ന് നോക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ ഏർണിംഗ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കുന്നുണ്ടല്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീക്ക്ലി ലെവൽ ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് ലെവലുണ്ട്. ഇവിടെ ഫസ്റ്റ് ലെവലിൽ ഒരാളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണെന്ന് കിട്ടുന്നത്? നമ്മുടെ 400 ടി.വിയുടെ കാൽക്കുലേഷനിലാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപ വെച്ച് 5 പേരുടെ നമുക്ക് കിട്ടും. ഇപ്പോൾ 5 പേര് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പേരുടെ, അതല്ല 2 പേര് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേര്, അതായത് 40 80 രൂപ. അങ്ങനെ നമുക്ക് എത്ര പേരാണോ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പ്ലേസ്മെൻറ്റ് ആയേക്കുന്നത്, അതായത് നമ്മുടെ സ്പോൺസറോ അല്ലെങ്കിൽ നമ്മളും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരോ സൂപ്പർ സ്പോൺസറോ ആരെങ്കിലും പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ 5 പേര് കംപ്ലീറ്റ് ആയിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ 200 രൂപ നമുക്ക് നമ്മുടെ കിട്ടും. ഇപ്പോൾ സെക്കൻഡ് ലെവലിൽ 25 പേരെയാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഓരോരുത്തർക്ക് വെച്ച് നമുക്ക് 20 രൂപ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 11 ലെവൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. 40, 20, 16, 20, 12, 20, 8, 16, 12, 16, 20. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ എമൗണ്ട് ആണല്ലോ ഇവിടെ കിടക്കുന്നതെന്ന്. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പേഴ്സ്, മാക്സിമം നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. 5, 25, 125, 625 എന്ന് പറഞ്ഞ് കുറേ നമ്പേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത്രയും ആൾക്കാരെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കാം. എക്സ്പെക്റ്റഡ് മെമ്പേഴ്സായിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് മൊത്തം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര ഇൻകം വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ തന്നേക്കുന്ന ഇപ്പുറത്ത് തന്നേക്കുന്ന നമ്പേഴ്സാണ് ഞാൻ ഫുൾ ഫില്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് 100% നമുക്കറിയാം, നമുക്ക് ഇത്രയും 100% നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അല്ലേ. ബട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എത്രയാണ് നമ്മുടെ ഗോൾ എമൗണ്ട്. 116 കോടി പ്ലസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഈ 116 കോടി വരെ നമുക്ക്
ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ടി വിയിൽ നമുക്ക് നടക്കുന്നത് 400 ടി വിയിലാണ്. നമുക്ക് നമ്മുടെ ടാസ്ക് വോള്യൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു 400 ടി വി അവിടെ എക്സ്ട്രാ കിടപ്പുണ്ടല്ലേ. അതിപ്പോൾ കാൽക്കുലേഷന് വേണ്ടി മാത്രമേ അവിടെ ഇട്ടേക്കണതാണ്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 400 ടി വിയിലെയാണ്. ഇപ്പോൾ ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ഇൻറ്റിഗ്രേറ്റേഴ്സിൻ്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സപ്പോർട്ട് ടി വി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ